നമ്മുടെ ഡാഡി ഗിരിജയും മമ്മി ഗിരിജയും ഒക്കെ എന്താണ് പറയുന്നത് നോക്കണ്ടേ. അന്തേവാസികളിൽ കുറച്ച് പേരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റി. കാര്യം അവരുടെയൊക്കെ സ്വകാര്യ ഭാഗത്ത് മുളക് പൊടി ഇടുകയും അങ്ങനെ കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് മമ്മി ഗിരിജ. ഈ മമ്മി ഗിരിജയുടെ തൊഴിൽ ഇത് തന്നെയാണോ? ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചിട്ട് എന്തിനാണ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്? മമ്മി ഗിരിജ മകന്, മരുമകള്, മോളുടെ ഭർത്താവ് ഇപ്പൊ ഇവിടെ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ തന്നെ ഓരോ വീഡിയോയിൽ അങ്ങനെയാണ് മനസ്സിലായത്. അപ്പൊ ഇവരൊക്കെ അധ്വാനിക്കാതെ ജോലി ചെയ്യാതെ ഈ അന്തേവാസികൾക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും എല്ലാം വാങ്ങിക്കാനാണ് അവർ കൊടുക്കുന്നത്. ആ കാശെടുത്താണ് ഇവരുടെ സ്വന്തം പണം പോലെ ചെലവഴിച്ച് ടൂറ് പോകുന്നു, കാറ് വാങ്ങുന്നു, വീട് പുതുത് കെട്ടുന്നു, സ്ഥലം വാങ്ങിയിടുന്നു, ഇഷ്ടമുള്ള ഡ്രസ്സുകൾ വാങ്ങുന്നു. അവരെ അർമാദിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് ഈ അന്തേവാസികളുടെ ചിലവിനും മറ്റു കാര്യങ്ങൾക്കും സ്പോൺസർ കൊടുക്കുന്ന പണമാണ് എല്ലാം ചെലവഴിക്കുന്നത്. ഗിരിജയുടെ മകൻ കഴിഞ്ഞ ആഗസ്റ്റിൽ വന്നത്. ആദ്യം ഗർഭിണിയാക്കി, അതിനുശേഷം കല്യാണം കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ്. അപ്പോഴേക്ക് എന്താ, വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ സ്വീകരിക്കാം, അല്ലാത്തവർ ഇതെല്ലാം അവോയ്ഡ് ചെയ്തേക്കുക. കാര്യം ചിലർ പറയും, ചിലർ വീട്ടിലേക്ക് കയറി വന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ പോലും ആ പറയുന്നതിൽ സത്യമുണ്ടെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അവരുടെ കാല് നല്ലതാണ്, കൈ നല്ലതാണെന്നൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. വിശ്വാസമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം, അതാണ് മെയ് മാസമാണ് മമ്മി ഗിരിജയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് പറയുന്നത്. അമ്പലത്തിലത്തെ കല്യാണം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്ന ഒരു പുതിയ ആള് എന്ന് പറയാൻ ഡാഡി ഗിരിജയാണ്. അതിന് മുന്നേ അവിടെ വന്നിരിക്കുന്നത് കുഞ്ഞ് ജനിച്ചു. അപരാധങ്ങളൊന്നും ചെയ്തത് സത്യസന്ധമായിട്ട് ചെയ്തതാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുണ്ടയ്ക്ക് വേണ്ടിയാണ് ഡാഡി ഗിരിജയെ കല്യാണം കഴിച്ചത്. നിങ്ങൾ ചോദിക്കാൻ, നിങ്ങൾ നേരിൽ കണ്ടതാണോ എന്ന്. ഞാൻ നേരിൽ കണ്ടിട്ടില്ല. അതിൽ നേരിൽ കണ്ടവരുണ്ട്, അനുഭവസ്ഥരുണ്ട്. അവർ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഈ വാർത്ത തയ്യാറാക്കുന്നത്. അവിടുത്തെ അന്തേവാസികളിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പുറത്തു പറഞ്ഞാൽ അവരുടെ ജീവന് വരെ ഭീഷണിയായതുകൊണ്ടാണ് അവരൊന്നും പറയാണ്ടിരുന്നത്. അല്ലാതെ അവരാരും സുഖസൗകര്യങ്ങളോടുകൂടിയല്ല അവിടെ ജീവിച്ചത്. കാരണം സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അവർ ഇതൊന്നും പുറത്തു പറയില്ലല്ലോ. ഗുണ്ടായിസത്തിന്റെ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഗിരിജ എന്ന വ്യക്തി തോട്ടയത്ത് താമസിക്കുന്ന സുറുമി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, തങ്കമ്മയെ സുറുമിയുടെ ഉമ്മയുടെ അടുത്തേക്ക് സുറുമിയുടെ അമ്മയെ കാണാൻ അയക്കുകയും അവിടെ പോയിട്ട് മകളോട് ഇനി വീഡിയോ ഒന്നും ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സുറുമി പറയുന്നത്, സുറുമിക്ക് അങ്ങനെ വേറൊരാളുടെ പണം കൊണ്ടൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. കാരണം സുറുമിയുടെ ഭർത്താവ് കൊണ്ടുവരുന്നത് മതി അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ. മാത്രമല്ല, പണം കൊടുത്ത് ഒതുക്കാവുന്നതെല്ലാം ഒതുക്കുന്നുണ്ട് എന്നതിനുള്ളൊരു തെളിവ് കൂടിയാണിത്. പലരുടെയും ഫണ്ട് ഈ പാവങ്ങൾക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി കൊടുത്തിട്ട് അതെടുത്തിട്ടാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് കൈക്കൂലി കൊടുക്കുക എന്ന് പറയാറില്ലേ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ സുറുമിയുടെ അമ്മയെ കാണാൻ ഗിരിജയുടെ അമ്മ പോവുകയും അവിടെ പോയിട്ട് നിങ്ങളുടെ മകൾ ചെയ്യുന്ന വീഡിയോ എല്ലാം സ്റ്റോപ്പ് ചെയ്യണം, മകൾ ഇനി ഒരിക്കലും വീഡിയോ ചെയ്യരുത്, അങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു അപകടത്തിലേക്ക്, മകളുടെ ജീവന് ഭീഷണി, അമ്മയുടെ ജീവന് ഭീഷണി. അങ്ങനെ ഇരിക്കെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ സുറുമി പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മേനെടുത്ത് പോയി കുറച്ച് പണമാണ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഞങ്ങൾ തൃപ്തരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസേൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇനി ഇതുപോലെ അമ്മമാരെ പറഞ്ഞയക്കാതെ ഇവർക്ക് നേരെ വന്ന് നിന്നിട്ട് സംസാരിക്കുക, അതാണ് സുറുമി പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ എങ്ങനെയെങ്കിലും നമ്പർ കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുത്ത് ഒരു പക്ഷേ വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടാവാം. സാധ്യതയുണ്ട്, അങ്ങനെയും ചെയ്യാം, അതിനും സാധ്യതയുണ്ട്. അവരുടെ സ്ഥാപനത്തെ പറ്റിയൊന്നും മോശമായിട്ടോ അല്ലെങ്കിൽ ഒരാൾ കേൾക്കാൻ പറ്റാത്ത രീതിയിലോ പറഞ്ഞില്ല. അവിടെ നടന്ന സംഭവങ്ങൾ അവിടുത്തെ അന്തേവാസികളായവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് മാത്രമാണ് നമ്മൾ ഇതിൽ കൂടെ പുറത്തേക്ക്
പറയുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ മൊക്കല് അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ അനാഥ മന്ദിരം എന്നുള്ള പേരിൽ കുറേ പേര് ഒരു വീടും കെട്ടിയിട്ടിട്ട് അതിനകത്ത് കുറേ പേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇരിക്കുന്നുണ്ട്. ഈ മമ്മി ഗിരിജയുടെയും ഈ സ്ഥാപനത്തിലെ ഒരു സ്പോൺസറാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ. അങ്ങനെ ഒരു വിവരവും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകാനേ സാധ്യതയുള്ളൂ. ഇത് വലുതായിട്ട് പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല. എവിടെ വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം.